ജില്ലാ പഞ്ചായത്ത് തൃപ്പയാർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി അനിൽ പുളിക്കലിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കമായി. തളിക്കുളം ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച ആദ്യ ദിവസത്തെ പര്യടനത്തിന്റെ ഉദ്ഘാടനം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി നിർവഹിച്ചു. വളരെ സ്മാർട്ടാണ്. അനിൽ ഞാൻ ഒരു സ്ഥലത്ത് അധികം നേരം നിൽക്കുന്നത് കണ്ടിട്ടില്ല. എപ്പോഴും ഇങ്ങനെ നിങ്ങളും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു സ്ഥലത്ത് അധികം നേരം അനിൽ ഇങ്ങനെ വിശ്രമിക്കുന്നതോ നിൽക്കുന്നതോ കണ്ടിട്ടില്ല. ഒരു ഓട്ടമാണ്, ഒരു നെട്ടോട്ടമാണ്, ഒരു പരക്കം പാച്ചിൽ. അനിലുമായി കൂടുതൽ ഇടപെടുന്നതിന് തന്നെ സാധിക്കില്ല. എപ്പോഴും തിരക്കാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, സ്കൂൾ പഠിക്കുന്ന KSUവിന്റെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആലോചിക്കും, അന്നേ അതൊരു സ്മാർട്ട്നെസ് ആയിട്ടാണ്, അതൊരു വിദ്യാർത്ഥിയുടെ സ്മാർട്ട്നെസ് ആയിട്ടാണ് അന്ന് നോക്കിയത്. പക്ഷേ ആ തിരക്ക് ഇപ്പോഴും അനിലിനുണ്ട്. ഇപ്പോഴും ഒരു സ്ഥലത്ത് ഇവിടെയും കാണുന്നില്ല. അനിൽ എവിടെ? കാണുന്നില്ല. അതാണ് പറഞ്ഞത്, ഒരു നെട്ടോട്ടമാണ്, ഒരു പരക്കം പാച്ചിൽ. മുതിർന്ന് വന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവായി മാറുന്നത് കണ്ടപ്പോഴാണ് ആ നെട്ടോട്ടം എന്ന് പറയുന്നത്, ആ പരക്കം പാച്ചിൽ എന്ന് പറയുന്നത്, ആ ഉറക്കമില്ലാത്ത വിശ്രമമില്ലാത്ത ഓട്ടം എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി, നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണെന്ന് അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കും. UDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് ആറ്റുപറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ K ദിലീപ് കുമാർ, VR വിജയൻ, സുനിൽ ലാലൂർ, KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, KH കബീർ, PM സിദ്ദീഖ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ, UDF പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഒരു കാലത്തുമില്ലാത്തത്ര ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളം മുഴുവൻ അലയടിച്ചുയരുകയാണ്. അതിന്റെ ആദ്യ റിസൾട്ട് വരുന്ന സ്ഥലം നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഉറപ്പുവരുത്തുന്ന റിസൾട്ട് ആയിരിക്കും ആദ്യം വരുന്നത്. അവിടെ അങ്ങോട്ട് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും എല്ലാം വലിയ ജനകീയ പിന്തുണ ഉറപ്പുവരുത്തി വിജയം സുനിശ്ചിതമാക്കും എന്ന കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ ആർക്കും ഒരു തർക്കത്തിന് ഇടവേണ്ട. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ ശബ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്.